നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്ന് ഞാൻ പറയില്ല. അവിടെ ഓഫറുള്ള സമയങ്ങളിൽ തട്ടിപ്പാണെന്നും ഞാൻ പറയില്ല. കാരണം അങ്ങനെ പറയാനായിട്ട് എനിക്ക് കഴിയില്ല. എന്നാൽ ഞാനൊന്ന് പറയും, ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഓഫറുള്ള സമയങ്ങളിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ശരിക്കും പരിശോധിച്ചതിന് ശേഷം വാങ്ങുക. സാധനങ്ങൾ പരിശോധിക്കുക, ബില്ല് പരിശോധിക്കുക, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് പോകാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു ഉദാഹരണമായിട്ട് ഞാനിത് കാണിക്കാം. കഴിഞ്ഞ ദിവസം റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കുട്ടികൾക്ക് വേണ്ടി ബിസ്ക്കറ്റും ഐസ്ക്രീം പോലുള്ളത് വാങ്ങാനായിട്ട് കയറിയതാണ്. ഈ ഐസ്ക്രീമിൻ്റെ വില നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 20% ഓഫറോടുകൂടി 150 രൂപയുടെ ഐസ്ക്രീം 120 രൂപ. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. അതിൽ കാണിച്ചിരിക്കുന്ന ഐസ്ക്രീം തന്നെയാണ് നമ്മൾ എടുത്തത്. അത് കുറച്ച് തപ്പിയാണ് കിട്ടിയത്. താഴത്തായിരുന്നു, ഏറ്റവും താഴെ ഇരിക്കുകയായിരുന്നു ഈ ഐസ്ക്രീം. കണ്ടോ, ബട്ടർ സ്കോച്ച്. അതാണ് ഓഫറിൽ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിക്കാം. 20% ഓഫറോട് കൂടി ബട്ടർ സ്കോച്ച് 700 ml ടിന്നാണ്. ആ ടിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ MRP റേറ്റ് 150 രൂപ വിലയുള്ള ഐസ്ക്രീമാണ്. അത് നമുക്ക് 20% ഓഫർ ഇട്ട് 120 രൂപയ്ക്കാണ് ഇവർ തരുന്നത്. അതാണ് അവിടെ നോട്ട് ചെയ്ത് വെച്ചത്. ഇതിനു മുമ്പ് എനിക്കിതുപോലെ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായത്. തിരക്കില്ലാത്ത ഒരു റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വന്നുകൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് ക്യാഷ് കൗണ്ടറിലേക്ക് പോയി. ക്യാഷ് കൗണ്ടറിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല സത്യത്തിൽ. അപ്പോൾ അവർ സെയിൽസ് ഗേൾ പറഞ്ഞതനുസരിച്ച് ബെല്ലടിക്കാൻ പറഞ്ഞു. ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്. കോളിംഗ് ബെല്ല് അടിച്ച് ഒരു 3-4 തവണ അടിച്ചതിന് ശേഷമാണ് സ്റ്റാഫ് വന്നിട്ട് സാധനങ്ങൾ ബില്ലിട്ട് തന്നത്. ഇത് നമ്മുടെ വലിയ തിരക്കില്ലാത്ത റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് വീഡിയോ എടുക്കാനും ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനും കഴിഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരതിന് സമ്മതിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബില്ല് പരിശോധിച്ചു. അപ്പോൾ പരിശോധിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബില്ല് പരിശോധിക്കുന്നത്. ബില്ലിൽ കണ്ടോ, 700 ml ബട്ടർ സ്കോച്ച് 144 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കണ്ടില്ലേ, 120 രൂപയാണ് അതിൽ അവർ ഓഫറോടുകൂടി കാണിച്ച റേറ്റ്. ആ സാധനത്തിന് എനിക്ക് 144 രൂപയാണ് ഇവരെടുത്തിരിക്കുന്നത്. ടോട്ടലി 440 രൂപ എമൗണ്ട് ഞാൻ കൊടുത്തതാണ്. എന്നിട്ട് ഇവർ മുകളിൽ നമുക്ക് സേവ് ചെയ്ത എമൗണ്ട് കാണിക്കും, 215 രൂപ. ഇത് ഏതടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ തന്നെ എനിക്ക് 24 രൂപ കൂടുതലായിട്ടാണ് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതാണ് ഇവരുടെ ഓഫറും സ്കീമും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ വേറൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുക്കാനും സമരത്തിനും നിൽക്കുന്നില്ല. ഈ ബില്ലിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന 7 രൂപ അവർ സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകാൻ തരുന്ന ക്യാരി ബാഗിൻ്റെ ക്യാഷാണ്. അതുവരെ ഈടാക്കുന്ന ഇവരുടെ ബിസിനസ് തന്ത്രവും ചതിയും ഈ ഓഫർ കണ്ട് മഞ്ഞളിച്ച് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. ചതിയിൽപ്പെടരുത്. അതായത് നിങ്ങൾ സാധനങ്ങൾ ഓഫറിൽ വാങ്ങിച്ചോ, ലാഭത്തിന് എവിടെ കിട്ടിയാലും വാങ്ങിച്ചോ, പക്ഷേ അവിടെ ഇതുപോലെ മറിഞ്ഞിരിക്കുന്ന ചതികളിൽ പെടാതെ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.